വിവരാവകാശ പരിധിയിൽ ഉൾപ്പെടുന്നില്ല എന്ന കാരണം പറഞ്ഞ് സർക്കാർ അടിസ്ഥാന വിവരങ്ങൾ നിഷേധിക്കുന്നതായി സംസ്ഥാനത്തെ വിവരാവകാശ പ്രവർത്തകരുടെ പരാതി. സംസ്ഥാന പോലീസിലെ വിവിധ ഏജൻസികളാണ് അടിസ്ഥാന വിവരങ്ങൾ നിഷേധിക്കുന്നതിൽ മുൻപന്തിയിലുള്ളത്. വിവരാവകാശ പരിധിയിൽ നിന്ന് സർക്കാർ കൂടുതൽ വകുപ്പുകളെ ഒഴിവാക്കുക വഴി വിവരാവകാശ നിയമത്തെ സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് വിവരാവകാശ പ്രവർത്തകർ തന്നെ പറയുന്നു. 24 എക്സ്ക്ലൂസീവ്. പൊതുഭരണ നിർവഹണ സംവിധാനങ്ങളിലെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് രാജ്യത്ത് വിവരാവകാശ നിയമം പാസാക്കിയത്. എന്നാൽ നിയമം പാസായ അന്നു മുതൽ തന്നെ നിയമത്തെ അട്ടിമറിക്കുന്നതിനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. ഈ ഓഫീസ് വിവരാവകാശ നിയമത്തിൽ ഉൾപ്പെടുന്നില്ല. നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി ഈ ഓഫീസിൽ ലഭ്യമല്ല. വിവരങ്ങൾ ക്രോഡീകരിച്ചിട്ടില്ല തുടങ്ങി മുട്ടാപ്പോക്ക് മറുപടികൾ നൽകി ചോദ്യങ്ങളെ മറികടക്കുന്നത് സർവ്വസാധാരണമായി. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഇത്. 5 വർഷക്കാലയളവിൽ റോഡരികിൽ മരമൊടിഞ്ഞു വീണ് എത്ര പേർ മരണപ്പെട്ടിട്ടുണ്ട്? റോഡരികിലെ മരത്തിൽ വാഹനമിടിച്ച് വാഹനങ്ങളിലുണ്ടായിരുന്ന എത്ര പേർ മരണപ്പെട്ടിട്ടുണ്ട്? മരമൊടിഞ്ഞു വീണ് എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്? മരത്തിൽ വാഹനമിടിച്ച് വാഹനത്തിലുണ്ടായിരുന്ന എത്ര പേർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട്? വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാല പോലീസിലെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയോടാണ് ഈ വിവരങ്ങൾ തേടിയത്. സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഉൾപ്പെടെ 10 പോലീസ് ഓഫീസുകളെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളതിനാലും വിവരങ്ങൾ അഴിമതിയെയോ മനുഷ്യാവകാശ ലംഘനത്തെയോ സംബന്ധിക്കുന്നതല്ലാത്തതിനാലും മറുപടി നൽകാൻ കഴിയില്ലെന്ന് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ മറുപടി. അപേക്ഷയിൽ രഹസ്യരേഖകളോ കേസിന്റെ വിവരങ്ങളോ FIR-ഓ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളോ ആവശ്യപ്പെട്ടില്ലെന്നും സംസ്ഥാനത്ത് മരമൊടിഞ്ഞു വീണ് മരിച്ചവരുടെ കണക്കു മാത്രമാണ് ആവശ്യപ്പെട്ടതെന്നും അതറിയാൻ ഏത് പൗരനും അവകാശമുണ്ടെന്നും കാട്ടി അപേക്ഷകൻ അപ്പീൽ നൽകി. അപ്പീൽ അധികാരിയും ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ വിശദീകരണം ആവർത്തിച്ചു. അപേക്ഷകൻ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ ലഭ്യവുമല്ല എന്ന് അപ്പീൽ അധികാരി മറുപടി നൽകി. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ ലഭ്യമല്ലെങ്കിൽ വിവരാവകാശ നിയമം 6(3) ചട്ടപ്രകാരം അപേക്ഷകൻ ആവശ്യപ്പെട്ട വിവരങ്ങളുള്ള ഓഫീസിലേക്ക് കൈമാറേണ്ടതാണ്. എന്നാൽ അപ്പീൽ അധികാരി അതും ചെയ്തില്ല. വിവരാവകാശ നിയമം അട്ടിമറിക്കാനുള്ള ശ്രമത്തിനെതിരെ രാജു വാഴക്കാല വിവരാവകാശ കമ്മീഷണർക്ക് പരാതി നൽകി. ജനങ്ങൾക്കറിയാനുള്ള അവകാശ നിയമത്തെ അട്ടിമറിക്കുന്ന സമീപനമാണ് പല സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിച്ചത്. ഇതിന് കാരണമായി പറയുന്നത് സംസ്ഥാന സർക്കാർ ഇവയെല്ലാം വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്നതാണ്. ഇതിനെതിരെ സംസ്ഥാനത്തെ വിവരാവകാശ പ്രവർത്തകർ കൂട്ടായ്മകളും സംഘടനകളും ശക്തമായ പ്രതിഷേധത്തിലും സമരരംഗത്തുമാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. സംസ്ഥാന സർക്കാരിന് പുറമെ കേന്ദ്ര സർക്കാരിലെ വിവിധ വകുപ്പുകളും സമാന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് വിവരാവകാശ പ്രവർത്തകർ പറയുന്നു. പാർലമെന്റിനും നിയമനിർമ്മാണ സഭകൾക്കും നിഷേധിക്കാത്ത ഒരു വിവരവും ഒരു വ്യക്തിക്കും ഒരു കാരണവശാലും നിഷേധിക്കരുതെന്നാണ് ഹൈക്കോടതി വിധി. വിവരാവകാശ നിയമത്തിലെ 8-ാം വകുപ്പ് ഇത് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. നിയമത്തിൽ പഴുതുണ്ടാക്കി ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ അട്ടിമറിക്കുകയാണ് വിവിധ വകുപ്പുകൾ. വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥ. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം.